ഗുട്ടൻ ടാഗ് ഇട്ടിട്ട് കുറച്ച് കാലമായില്ലേ. ഞാൻ ഈ അടുത്ത് കുറച്ചായിട്ട് ഗുട്ടൻ ടാഗ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തിരിച്ചുകൊണ്ടുവരാണ്. വെൽക്കം ടു ദ യെറ്റ് അനദർ വീഡിയോ ഓഫ് റിന്റു ആൻഡ് ഭാഗ്യ വ്ളോഗ്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് ട്രാവലും പരിപാടിയൊക്കെയാണ്. പർച്ചേസ് ഒക്കെ നമ്മള് കഴിച്ചു. ഇനിയിപ്പം 1-2 പരിപാടികളുണ്ട് ഇന്ന്. ഫസ്റ്റ് നമ്മുടെ എമ്പുരാൻ മൂവി കാണാൻ പോണം. പിന്നെ എന്തൊക്കെയായിരുന്നു, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പോകപ്പോ പറയാം. അപ്പൊ നിങ്ങള് എല്ലാ വീഡിയോയും പോലെ ഈ വീഡിയോയും ടിൽ ദ എൻഡ് വാച്ച് ചെയ്യാം. പിന്നെ കല്യാണത്തിന് മുന്നുള്ള ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നമുക്ക് സേവ് ദ ഡേറ്റ് വരാനുണ്ട്. അതുണ്ട്, പക്ഷെ വ്ലോഗ് ആയിട്ടില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലാത്ത പക്ഷം ഐ തിങ്ക് സോ. അപ്പൊ എന്തായാലും കല്യാണത്തിന് മുന്നുള്ള വ്ലോഗ് ഇതായിരിക്കും. ഇനി കല്യാണത്തിന് ശേഷമുള്ള വ്ലോഗ് കല്യാണത്തിന് ശേഷം. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം, എല്ലാ വീഡിയോയും പോലെ തന്നെ. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴിക്ക് കാണാം. ഇന്ന് നമ്മള് നമ്മുടെ സ്കൂട്ടറിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോ നിർത്തിയതാണ്. നല്ല രസമല്ലേ ഈ പൂവ്? നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. നോക്കിയേ, ഇതിങ്ങനെ ചൂടാം. നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ബൈക്ക് ബാറ്ററി ഡൗൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മേ ബി അതില് ബാറ്ററി ഓക്കെ ആവണമെങ്കിൽ എടുക്കും. ഇല്ലേ, ഉണ്ട്, ചെറിയൊരു സ്മെല്ലുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ബാറ്ററി അത് ഓക്കെ ആവുകയാണെങ്കിൽ ആ ബൈക്ക് എടുക്കും, അല്ലാതെ സ്കൂട്ടറിൽ തന്നെ ആയിരിക്കും ഇന്നത്തെ പ്രയാണം. അപ്പൊ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് വെച്ച് കാണാം, കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ശരി. അത് നല്ല ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് പിന്നെ നമുക്കൊരു പിക്ക് എടുത്ത് കൊടുത്തു. ബാറ്ററി മാറ്റുന്ന അവിടെ ചെന്നപ്പോൾ ആളത് ചാർജ് ചെയ്തിട്ടുണ്ട് 1 hour. പിന്നെ അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് സ്കൂട്ടർ എടുത്തിട്ട് തന്നെയാ പോകുന്നത്. അവർക്ക് അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ബൈക്കിന്റെ അവിടെ എത്തിയപ്പോ അവള് പറഞ്ഞു സ്കൂട്ടർ മതി, ഇതാണ് ഗംഫിട്ട് അല്ലേ. എനിക്ക് സ്കൂട്ടി ഇഷ്ടം, നമ്മളെ ആദ്യത്തെ വണ്ടിയാണ്. അതെ, അപ്പൊ പിന്നെ നമ്മള് ബൈക്ക് അവിടെ വെച്ച് സ്കൂട്ടറിന് പോകുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് മൂവി കണ്ടിട്ട് ഇറങ്ങാം അല്ലേ. ഇവിടെ വിളിച്ചല്ലോ, അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട. നമ്മൾ അത്രയും ഹൈപ്പ് എടുത്ത് പോയാൽ നമുക്ക് അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കിട്ടി വിശക്കണ്ട, വിശന്ന നീ അല്ലാതെ അവനോട് മാത്രം. എന്തായാലും നമുക്ക് ഇവിടുന്ന് മൂവി കണ്ടിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ചിലപ്പോ ബൈക്ക് എടുക്കും. വേണ്ടേ? അത് വെച്ചാലേ ബൈക്ക് ഒരു കംഫർട്ട് ഇല്ല. അപ്പൊ സിനിമ കണ്ടിട്ട് ഫുഡ് കഴിക്കണം. കുറച്ച് പേര് എന്നിട്ട് പിന്നെ അങ്ങനെ നമ്മളിവിടെ മേലെത്തി. ഇനി മൂവിക്ക് കയറാണ്. കറക്റ്റ് ടൈമായി, 11:45. കാണോന്നറിയില്ല, 11:45. അപ്പൊ നമുക്കിനി നേരെ മൂവിക്ക് കയറാം. ഒരു ചെറിയ സീൻ പോലും മിസ്സാക്കരുത് വിചാരിച്ചിട്ടാണ് കേറുന്നത്. ഒരു തുടക്കം പോലും മിസ്സാക്കരുത്. അപ്പൊ നമുക്ക് ഓടാ. ഇവിടെ സ്നിക്കേഴ്സ് അവിടെ വാങ്ങി വെച്ചു ഗൈസ്. മുഖം നോക്കട്ടെ, അപ്പോഴേ തിന്നാ മതിയായിരുന്നു. ഓടി ഇത്രയിലാണ് അപ്പൊ വാങ്ങാണി ഒരു തരും, തിന്നുന്നില്ല. ചോക്ലേറ്റ് തിരിച്ചു കിട്ടി ഗൈസ്. ഹാപ്പി ആയില്ലേ? റിവ്യൂ ഞാനല്ലാതെ പറഞ്ഞുതരാം. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? നല്ല ഇഷ്ടമായി. ഹോളിവുഡ് സ്റ്റൈലിലൊക്കെ എനിക്ക് ഭയങ്കര ഹൈപ്പിലുള്ള ഒരു സാധനം ഇല്ലാന്ന് പറഞ്ഞു. സ്റ്റിൽ കുറെ ഹിൻസും കുറെ ഗൂസ്ബംസ് മൊമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെ അഭിപ്രായം കേട്ടല്ലോ. നിന്റെ അഭിപ്രായം ഷോർട്സ് ആക്കി തരാം. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ, അല്ലെങ്കിൽ നല്ല എന്താ പറയാ, നമ്മള് പ്രതീക്ഷ അല്ലെങ്കിൽ പോയി പോലെ തന്നെ എന്താ പറയാ കണ്ടത്. ഡീറ്റെയിൽഡ് മൂവി റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു 3 വരുന്നുണ്ടാവുമല്ലോ. എമ്പുരാൻ 3 കൂടെ ലോഡിംഗ് ആന്ന് പറയാം. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല, എന്തായാലും കാണാം. ഫുൾ സാധനങ്ങളൊന്നും ആരും എന്തായാലും പറയണ്ട. ഒരു എന്താ പറയാ, മിനി സെപ്പറേറ്റ് മൂവി റിവ്യൂ പറയുന്നുണ്ടാവില്ലേ. സ്പോയിലർ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന്, കാരണം ആകെ 3 ദിവസം ആവുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകാം ഇവിടുന്ന്. മൂവി ഫുഡ് കോർട്ടിലാണ്, ഹൈലൈറ്റിൽ. നല്ല മൂവിയാണ്. മറ്റേ ഇതാണല്ലേ, കുറച്ച് ത്രില്ലിങ് സാധനങ്ങളൊക്കെ ഉണ്ട്, ഗൂസ് ബംസ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഹൈലൈറ്റ് ഫുഡ് കഴിക്കാം. പിന്നെ പറയാം. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. അപ്പൊ നമ്മള് മാക്ഡൊണാൾഡ്സിനടുത്ത് തിരിച്ച് അവിടെ ക്യൂ കാണുന്നുണ്ട്. ഈ ചെരുപ്പ് എന്തോ പ്രശ്നം.
മാക്ഡൊണാൾഡ്സ് പോയി നോക്കാം എന്താ അവസ്ഥ. എന്തോ ഓഫറൊക്കെ ആണെന്നുണ്ടല്ലോ, എന്തായാലും കയറി വെക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു 60s ഷെയറിംഗ് ബക്കറ്റ് എടുക്കാം. 60s ബക്കറ്റ് എടുക്കാം. പിന്നെ ബർഗർ എടുക്കാം. ഓക്കെയാണോ? ചീസ് ബർഗർ എന്താ ജ്യൂസ് കഴിക്കാനുള്ള സാധനം ഒന്ന് നമുക്ക് ജ്യൂസ് എന്തെങ്കിലും മേടിച്ചിട്ട് കഴിക്കാൻ അതെ അല്ലേ? ഞാൻ ജ്യൂസ് മേടിച്ചു തരാം. ഇതിന്റെ മുകളിലിരിക്കാം. ഇവിടെ വെച്ചോ. പക്ഷെ ഇതിനെ ഇരിക്കുന്ന സീനാവും. സീനൊന്നും ആർ യു ഹാപ്പി വിത്ത് മാക്ഡൊണാൾഡ്സ്? അതിന് കഴിച്ചിട്ടില്ലല്ലോ, കഴിക്കട്ടെ. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അത് ഇത് ഓക്കെ, കഴിച്ചു തുടങ്ങാം. ഞാൻ ഇത് പറഞ്ഞിട്ട് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അതാവുമ്പോ 5 മിനിറ്റ് എടുക്കും. അപ്പോഴത്തേക്ക് കഴിച്ചു തുടങ്ങാം. ടൈം മാനേജ് ചെയ്യണ്ടേ? ഇതാ സർപ്രൈസ് ബർഗർ. നോർമൽ ബർഗറാ അല്ലേ? നോർമൽ അല്ലല്ലോ. ഇതൊന്നും വേണ്ടേ? കഴിച്ചിട്ട് വരാം. കനത്ത പോളിംഗ് വേണം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. വയറൊക്കെ ഫില്ലായി. മാക്ഡൊണാൾഡ്സ് കഴിച്ച് ഹാപ്പിയായ? ഹാപ്പി. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഡിപ്പൊക്കെ എനിക്ക് തോന്നുന്നു KFC. അവിടുത്തെ പക്ഷെ നമ്മള് പറഞ്ഞത് വന്നിട്ട് മറ്റേ ഇതായിരുന്നു അല്ലേ, മയണൈസ് അല്ലായിരുന്നു, ഗാർലിക് ഡിപ്പ്. കഴിച്ചിട്ട് ഒരു ഇതില്ലാത്ത ഒരു വെറ്റിലേന്റെ ഒരു ചവർ. ഞാൻ കുറച്ച് ഹെൽത്ത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞ എന്തൊരു സംഭവം പാളി. സോസ് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഒരു സാധനം, അപ്പൊ അത് ഇഷ്ടായി. പക്ഷെ മറ്റേത് ഗാർലിക് അത്ര ഇഷ്ടായില്ല. പിന്നെ ഏകദേശം ഫില്ലായി. പിന്നെ ജ്യൂസും കുടിച്ചപ്പോ സെറ്റായി. ഇനിയിപ്പോ ഒരു മാർക്കർ എന്നാ മേടിക്കാറുണ്ട്. അപ്പൊ അവിടെ സ്കൂൾ മാർട്ടോ അങ്ങനെ ഒരു സാധനം ഉണ്ട്, അവിടെ കയറിയിട്ട് നമുക്ക് അത് മേടിക്കാം. പിന്നെ ഒന്ന് എന്താ പ്രിയം ത്രെഡ് ചെയ്യാനോ എന്താ പറഞ്ഞു, ത്രെഡ് ചെയ്യാനൊക്കെ ഉണ്ട്. കാർഡ് പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ നമുക്ക് സേവ് ദ ഡേറ്റ് ഒക്കെ ഷൂട്ട് വരുന്നുണ്ട്. 1-ാം തീയതി സേവ് ദ ഡേറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ ഉണ്ടാവും. അതെ, അതിന്റെ വീഡിയോ എന്തായാലും മറക്കാതെ കാണണം. അപ്പൊ എന്തായാലും നമുക്ക് അവിടേക്ക് പോകണം. എവിടെയോ നീ കണ്ടിട്ടുണ്ട്, നോക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങണം. ഇവിടെ ഇല്ലെങ്കിൽ പുറത്തെവിടെയാ നോക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. നിന്റെ കണ്ണവിടേക്ക് പോകുന്നു. പാവക്കുട്ടീൻ്റെ ഒരു കടണ്ട് കഴിച്ച് അവിടേക്ക് സാരില്ലേ സാരില്ലേ ശരി, നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. അങ്ങനെ ഇവിടുന്ന് മാർക്കർ മേടിച്ചു. നോക്കി കയറി. ഓ, ഞാൻ 2 കല്ല് തന്നെയാണല്ലോ, 2 കല്ല് 2 സ്റ്റെപ്പില് മാർക്കർ മേടിച്ചു. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയപ്പോ ബ്യൂട്ടി പാർലർ ഇവിടെ നോക്കണ്ടെന്നായി പറയണത്. ഇവിടെയൊക്കെ നല്ല വിലയായിരിക്കും. നമ്മളെ നാട്ടിലാണെങ്കിൽ 50 രൂപ കൊണ്ട് കാര്യം കഴിയും. നോക്കി നോക്കാം. ഇവിടെ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ഇതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്യാണ്ട്, ലൈക്ക് നമ്മുടെ എന്തേലും ഒരു കത്തിന്റെ ഒരു സാധനം എടുക്കാൻ വന്നില്ലേ, നമ്മുടെ കത്തിന്റെ നമ്മുടെ വെഡിങ് കാർഡിന്റെ വീഡിയോ എടുക്കണുണ്ടായിരുന്നു. എന്തായാലും അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എന്നാലും നമുക്ക് വല്ല എവിടെ പോയി ആ ഷോപ്പ് തപ്പി നോക്കട്ടെ ഗൈസ്. ചേഞ്ച് ഓഫ് പ്ലാൻസ്. നമ്മൾ ഇവിടുന്ന് ത്രെഡ് ചെയ്യുന്നില്ല. ഇവിടെ ഒന്നാമത് അതിൻ്റെ അകത്ത് കയറി വെയിറ്റിംഗ് ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് കയറിയപ്പോ ത്രെഡിങ് മാത്രമായിട്ട് അതിൻ്റെ ഒരു ഇതില്ല. അപ്പം പുറത്തെവിടെ നോക്കാം. പിന്നെ എപ്പോഴേലും നോക്കാം. നോക്കിയില്ലേ കയറാൻ പറ്റുമോ? ഇല്ല, വേണ്ട അപ്പുറത്തോടെ വരും. ഇവിടെ ട്രാപ്ഡാ. അപ്പം നമുക്ക് അവിടെ പുറത്തുനിന്ന് മറ്റേ ഇതും ചെയ്യാനുണ്ട്, ലൈക്ക് ബീച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി നമ്മളെ ലെറ്റർ ഒരു വീഡിയോയില് ചെയ്യാണ്ട്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എല്ലാം ഇറങ്ങാം അല്ലേ? ഓക്കെ. പിന്നെ ഒരു പിരിവും പ്ലഗ് ചെയ്യുന്ന അത്ര ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ജസ്റ്റ് ഫുട്ടേജ് അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തു ഗൈസ്.
ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ത്രെഡ് ചെയ്തതാണ്. ഞാൻ എൻഗേജ്മെന്റ് ത്രെഡ് ചെയ്തത്. ഞാനങ്ങനെ സ്ഥിരം ത്രെഡ് ചെയ്യുന്ന ഒരാളല്ല. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് അല്ല. ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് നടക്കുന്നത് എനിക്കിഷ്ടം. അവനിതാണ് ഇഷ്ടം. അപ്പൊ ഞാനിങ്ങനെ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ എൻഗേജ്മെന്റിനാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ചെയ്തത്. ഇപ്പൊ വീണ്ടും ചെയ്യാണ്. ഇപ്പൊ സേവ് ദ ഡേറ്റ് അല്ലേ, സേവ് ദ ഡേറ്റ് എന്താ പറയാ 1-ാം തീയതി. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനിന്ന് പ്രിപ്പയർഡ് ആയിരുന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് അപ്പർ ലിപ്പും ത്രെഡിങ് മാത്രം ചെയ്തില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പാർലർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മേക്കപ്പിനോട് വലിയ താല്പര്യത്താണ്. ഇതിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ അല്ല, അതിങ്ങനെ അല്ലാത്തോടത്തോളം ഞാൻ രക്ഷപ്പെടും. വേറെ ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്തിട്ട് അങ്ങനെയുള്ള എനിക്ക് അങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് അല്ല ഞാൻ. ഇവനും അങ്ങനെ തന്നെ. പിന്നെ ഭയങ്കര നാടനായിട്ടുള്ള ലുക്കാണ് അവനും ഇഷ്ടം. എനിക്കതൊരു പ്രശ്നമാണ്. പിന്നെന്താ, അപ്പൊ എനിക്ക് ഇവിടെ എടുക്കാൻ ഭയങ്കര ഇഷ്ടം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ എന്റെ പൊനോ, അതിന്റെ ഇവിടുന്ന് ഇങ്ങനെ അറിയല്ലേ എന്റെ വേദന. നിനക്കത് പ്ലക്ക് ചെയ്യുമ്പോഴുള്ള വേദന നീ അനുഭവിച്ചിട്ടുണ്ടായില്ല? അല്ല, അത് അനുഭവിച്ചിട്ടില്ല. അത് ഭയങ്കര വേദനയാണ്. അപ്പൊ ഇവനാണെങ്കിൽ കൂട്ടുപിരികാണ് ഇഷ്ടം. എനിക്ക് കൂട്ടുപിരികനാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവന് അതാണ് ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഫംഗ്ഷൻ ഒക്കെ അല്ലെങ്കിൽ വരുമ്പോ, കല്യാണം വരുമ്പോ, എൻഗേജ്മെന്റ് ഒക്കെ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് വൃത്തിയിൽ എനിക്ക് അതാണ് ഭംഗി. ഇത് ഇങ്ങനെ ഒരു കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. പക്ഷെ എനിക്ക് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാലും മുഖം മാറണ പോലെ തോന്നുന്നില്ല. ആദ്യത്തെ നല്ല വ്യത്യാസം തോന്നുന്നില്ല. ഇല്ല ചിലർക്ക് ഉണ്ടാവും. ഇല്ല, അത് ചില ചെയ്ത് ശീലമുള്ള ഇല്ലാത്തവർക്കാണ് ഇങ്ങനെ മുഖം പെട്ടെന്ന് ചേഞ്ച് ആണ പോലത്തെ. ചെയ്ത് ശീലമുള്ളവർക്ക് കുഴപ്പമില്ല. ഇത് നോക്കി എന്തൊരു മാങ്ങ, അതൊക്കെ വളരും. ഞാനിപ്പോ വ്ളോഗല്ല, ജസ്റ്റ് വീഡിയോ എടുക്കണം. നമുക്ക് അന്ന് ഗ്രൂം ചെയ്യാനുണ്ട് നാളെ ചെന്നിട്ട്. ഇന്നിപ്പോ നടക്കില്ല. നാളെ ഞാൻ എന്തെന്ന് ചെയ്തെന്ന് വെച്ചാല് ഇനിയിപ്പോ പെരുന്നാളൊക്കെ അല്ലേ, അപ്പൊ നാളെ നടക്കും. ഞാൻ എന്റെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കോ? ഷോപ്പൊക്കെ ഓപ്പൺ ആയിരിക്കും, നോക്കാം. അപ്പൊ എന്തായാലും സേവ് ദ ഡേറ്റ് നമുക്ക് ന്യൂ ലുക്കിൽ കാണാം നമ്മൾ രണ്ടുപേരും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നിൽക്കാൻ ഇറങ്ങാണ്. അപ്പൊ നമ്മള് അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പം ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി കത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് വെച്ചാൽ നടക്കും തോന്നുന്നില്ല, ലേറ്റ് ആവും തോന്നുന്നില്ല. ഇനിയിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അവളെ സാരി റോൾ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, കല്യാണ സാരി. അതും മേടിക്കാണ്ട് 1-2 പണികൾ എനിക്കുണ്ട് ഇവളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട്. സോ ഇനിയിപ്പോ നമുക്ക് നേരെ KSRTC പോയിട്ട്, KSRTC അല്ലേ പ്രൈവറ്റ് എടുക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എവിടുന്നായിരിക്കും ഓക്കെ ആയിട്ടുണ്ടാവോ നോക്കാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. വേറെ എന്താ പറയാൻ വിട്ടോ? നീ കാർഡ് വീഡിയോ എടുക്കണം കേട്ടോ. കാർഡ് എടുക്കണം. പിന്നെ സ്കൂട്ടർ തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബൈക്ക് ഇവിടുന്ന് എടുത്തിട്ട് പോവായിരിക്കും. ടൗണിലേക്ക് ഒരു കുറച്ച് ചുറ്റുണ്ട്. ഇതില് ഫ്യൂവല് കുറച്ച് കുറവാ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന്, നീ എന്താ നോക്കണം? ഇനിയിപ്പോ 1-ാം തീയതി എന്തായാലും കാണുമല്ലോ. സേവ് ദ ഡേറ്റ് 1-ാം തീയതി ഗൈസ്. നമ്മൾ 2 രീതിയിൽ എടുക്കാൻ വിചാരിക്കുന്നു, ട്രഡീഷണൽ, മോഡേൺ. അതൊക്കെ സർപ്രൈസ് ആണ്, പറയല്ലേ. നമുക്ക് ഏതായാലും ഇവിടുന്ന് പോവാ. ഇനി എന്നിട്ട് നേരെ KSRTC അല്ലെങ്കിൽ പ്രൈവറ്റ് സ്റ്റാൻഡ് നോക്കാം. എന്നിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി നോക്കട്ടെ. എന്തായാലും നമുക്ക് ഇവിടുന്ന് തൽക്കാലം ബൈക്ക് എടുത്തിട്ട് ഇറങ്ങാം. ഓക്കെ, അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗൈസ്. ഒറ്റയ്ക്കെത്തി. കാരണം അവളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ബസ് കയറ്റി വിട്ടപ്പോഴത്തേക്കൊക്കെ ഒരു പെട്ടെന്നൊരു റഷായിപ്പോയി. ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഹസിലിൽ പെട്ടുപോയി. ഇനി ഇത്തവണ കൂടിയേ ഉള്ളൂ. അടുത്ത തവണ തൊട്ടിട്ട് എന്തായാലും നമ്മളിനി ഒരുമിച്ചായിരിക്കും. അടുത്ത തവണ സേവ് ദ ഡേറ്റിൻ്റെ വ്ളോഗ് കൂടെ പറഞ്ഞത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. അവൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ടും ഈ ഒരു സ്ട്രെസ്സും. ഇനി അവളവിടെ എത്തുന്നവരെ സീനായിരിക്കും. ഫുൾ ട്രാഫിക്കാണ്. പെരുന്നാൾ അടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ അങ്ങനത്തെ ഇതിനൊക്കെ ടൗണിലേക്ക് ഇറങ്ങുന്ന ഒരു റഷും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അടുത്തത്തെ ഫുൾ ട്രാഫിക്കായി. ബസ് KSRTC കിട്ടിയില്ല. പിന്നെ പ്രൈവറ്റ് ബസ് നോക്കി, അതാണെങ്കിൽ നേരിട്ടുള്ള ബസ്സില്ല. പിന്നെ ഒരു കണക്റ്റിംഗ് ബസ് കയറാൻ നിന്ന് കറക്റ്റ് നമ്മൾ ഔട്ടർ എടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് അവളെ ബസ് വന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ കയറ്റി. പിന്നെ ലേറ്റായ സീനാവില്ലേ. അപ്പം നേരെ അവിടെ നിന്ന് കയറ്റി വിട്ടു. ആകെ ഒരു സീനായിരുന്നു, ഹെക്ടിക്കായിപ്പോയി. അപ്പം എന്തായാലും
നെക്സ്റ്റ് വ്ളോഗ് നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഒക്കെ അത് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കാം. അത് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് സ്മൂത്ത് ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ഈ ഒരു ബർക്കത്തില്ലാത്ത സംഭവം. കഴിഞ്ഞ തവണ നമ്മളിതേവരെ ഫൈനൽ പർച്ചേസിൻ്റെ വ്ളോഗ് നിങ്ങൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഭാഗങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് ഇട്ട് നമ്മൾ അവളുടെ കസിൻ്റെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു, ആ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ നമ്മൾ മിസ് ഔട്ട് ചെയ്തു. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഫുട്ടേജ് മിസ്സായി, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നുമില്ല ഐഫോണിൻ്റെ അകത്തുനിന്ന്. വെച്ചാൽ പെർമനൻ്റ്ലി ഞാൻ ഡിലീറ്റ് ചെയ്തു അൺഫോർച്ചുനേറ്റ്ലി. അപ്പം എന്തായാലും ഇത്തവണയും ഇതേപോലത്തെ നമുക്ക് ഔട്ടർ എടുക്കാൻ പറ്റിയില്ല, എന്താ അറിയില്ല, ബർക്കത്തില്ല. അപ്പം എന്തായാലും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വകയും അവളുടെ വകയും ഒരു ഈദുൽ ഫിത്തർ ആശംസിക്കുന്നു. സോ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ചെയ്ത് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പം ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. പിന്നെ നമ്മുടെ ടെക് ചാനൽ ചെക്കൗട്ട് ചെയ്തില്ല, എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ടെക് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ബൈ.